ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ ഒന്നിക്കുന്നു. ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ചേർന്നുള്ള സഖ്യം അധികം വൈകാതെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ മാരകമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇനി ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അന്ത്യം കുറിക്കലാകുമെന്ന് ഇറാന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളോടെല്ലാം ഒന്നിക്കാനുള്ള ആഹ്വാനം ആയത്തുള്ള അലി ഖൊമേനി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേൽ സിറിയ പിടിച്ചെടുത്തത്. അതിർത്തികളിലുള്ള സിറിയക്കാർ ഇനി തങ്ങൾക്ക് ഇസ്രായേലിന്റെ ഭരണം മതി എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇത് ഇസ്ലാമിക ലോകങ്ങൾക്കൊരു വലിയ ഭീഷണിയാണ്. ഇസ്രായേൽ എന്ന രാജ്യം പശ്ചിമേഷ്യയിലെ ഭൂപടം തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. യമന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ആക്രമണത്തിൽ 9 പേര് കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിലെ ജഫ നഗരത്തിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിരുന്നു ഈ ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചത്. ടെല്ലവീവിനടുത്തുള്ള അധിനിവേശ എഫയിലെ 2 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായിട്ടാണ് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെടുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചെങ്കടൽ തുറമുഖ പട്ടണമായ ഹുദൈദയിലെ പവർ സ്റ്റേഷനുകൾ, എണ്ണ കേന്ദ്രങ്ങൾ, തുറമുഖം എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടത്. യമന്റെ തലസ്ഥാനമായ സനയിലും തുറമുഖ നഗരമായ ഹുദൈദയിലും ഇസ്രായേൽ തുടരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 15 മാസത്തിലധികമായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. പല രാജ്യങ്ങളും ഇടപെട്ട് കോംപ്രമൈസിന് ചർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും ഒരു രൂപത്തിലും അതൊന്നും ഫലം കണ്ടില്ല. നെതന്യാഹു കൃത്യമായി പറഞ്ഞു, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് ഞങ്ങളല്ല, തുടങ്ങിയത് ഹമാസാണ്. അവസാനിപ്പിക്കേണ്ടുന്ന ദൗത്യം ഞങ്ങൾക്കുള്ളതാണ്. അത് എങ്ങനെ, എപ്പോൾ എന്നത് ഞങ്ങൾ തീരുമാനിക്കും. അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല. ഞങ്ങൾക്ക് ഇനിയെങ്കിലും ജൂതമക്കൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ അവസാനത്തെ ഹമാസ് ഭീകരന്റെയും നെഞ്ചിൽ റീത്ത് വെക്കണം, മൂക്കിൽ പഞ്ഞു വെക്കണം, പെട്ടിക്കകത്ത് കാല് കൂട്ടിക്കെട്ടിക്കിടത്തണം. ഇതാണ് നെതന്യാഹുവിന്റെ ആശയം. 15 മാസമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തുടരുന്ന യുദ്ധത്തിൽ ഗാസ ഏതാണ്ട് തരിപ്പണമായിട്ടുണ്ട്. ഇപ്പോൾ ഗാസയിലെ ബാങ്കിംഗ് സേവനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഇസ്രായേലിന് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജയിക്കാനുമല്ല, മറിച്ച് ഇസ്രായേൽ തോൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും യുദ്ധം തുടരുന്നത്. ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ 93% ബോംബിങ്ങിൽ തകർന്നു. 7% മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ലോക ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. പലസ്തീനിലെ 88% മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ഒട്ടുമിക്ക മണി എക്സ്ചേഞ്ചുകളും ഇല്ലാതായിട്ടുണ്ട്. ഗാസ മുനമ്പിൽ ഉണ്ടായിരുന്ന 94 ATMകളിൽ 3 മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് ലോക ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. ബാങ്കിംഗ് സംവിധാനങ്ങളുടെയും സേവനങ്ങളുടെയും തകർച്ച ഗാസയിലെ പലസ്തീൻകാരുടെ ജീവിതം തീർത്തും ദുരിതപൂർണമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷണവും മരുന്നും അത്യാവശ്യ സേവനങ്ങൾക്കും പണം എടുക്കാനോ അടയ്ക്കാനോ കഴിയാത്ത സ്ഥിതിയാണ്. ബാങ്കുകളില്ലാത്തതിനാൽ വാണിജ്യ സംരംഭങ്ങളും ഉൽപാദന മേഖലകളും സ്തംഭനത്തിലാണ്. ജീവനക്കാരുടെ ശമ്പളം നൽകാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്നും ലോക ബാങ്ക് വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇസ്രായേൽ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്കടുത്ത് ബോംബിട്ടു. സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണത്തിൽ കിടപ്പാടം നഷ്ടമായവരാണ് കൊല്ലപ്പെട്ടതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദെയ്ർ അൽ ബലായിൽ ടെന്റിൽ ബോംബ് വീണ് 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിനുള്ള സാധ്യത മുമ്പത്തേക്കാളും സജീവമായി എന്ന് ഹമാസും ഇസ്രായേൽ പ്രതിരോധ വകുപ്പും വ്യക്തമാക്കുന്നു. യേശുക്രിസ്തുവിന്റെ ചരിത്രമുറങ്ങുന്ന പുണ്യദേശമായ സിറിയയിലെ ഹെർമോൺ പർവ്വതവും ഇസ്രായേൽ പിടിച്ചെടുത്തു. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹെർമോണിലെത്തി. ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗോലാൻ കുന്നുകളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ഹെർമോൺ പർവ്വതം. ആദ്യമായിട്ടാണ് സിറിയയിൽ ഒരു ഇസ്രായേൽ നേതാവ് ഇവിടെ എത്തുന്നത്. 53 വർഷം മുമ്പ് ഒരു സൈനികനായി ഇതേ പർവ്വത ശിഖരത്തിലായിരുന്നു എന്ന് നെതന്യാഹു പറഞ്ഞു.
ഇസ്രായേൽ സേന ഇവിടെ തന്നെ തുടരുമെന്നും സിറിയൻ പ്രദേശത്ത് നിന്ന് പിന്മാറില്ലെന്നും നെതന്യാഹു ഹെർമോണിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. ഗോലാൻ കുന്നുകളോട് ചേർന്ന് ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു തള്ളിക്കളഞ്ഞു. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം വരുന്നത് വരെ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുകയേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഷർ അസദിനെ പുറത്താക്കിയതിനു ശേഷം ഗോലാൻ കുന്നുകളുടെ അതിർത്തി പ്രദേശത്ത് തെക്കൻ സിറിയയുടെ ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തു. അതേസമയം ബഫർ സോണിൽ താമസിക്കുന്ന സിറിയക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയില്ല എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഗോലാൻ കുന്നുകളിലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അമേരിക്കയും അംഗീകാരം പ്രകടിപ്പിക്കുകയാണ്. 6 ദിവസം കൊണ്ട് അറബ് രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെ മൂത്രമൊഴിച്ചൊലിപ്പിക്കാൻ വന്ന സമയത്ത് ചൂണ്ടുവിരലിൽ നിർത്തിയ നെതന്യാഹു പറയുന്നത് ചെറിയ കാര്യമല്ല. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നെതന്യാഹു ഒരിക്കലും ലോക ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സൈനിക ശക്തിയാണ് എന്നത് അമേരിക്കയടക്കമുള്ള UN അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും സംഘടനകളും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അക്രമോത്സുകനായ, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത, കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം മധ്യേഷ്യയിലെ ഭൂമിശാസ്ത്രം മാറ്റിവരച്ച കർക്കശക്കാരൻ്റെതു കൂടിയാണ്. ഇസ്രായേൽ എന്ന രാജ്യമാണ് തന്റെ ലക്ഷ്യം. ജൂതമക്കളാണ് തന്റെ ലക്ഷ്യം. തന്റെ രാജ്യത്തിനകത്തുള്ള ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ അവർക്ക് നിർഭയത്വം വേണം എന്ന് ശഠിക്കുന്ന ഒരു നേതാവിന്റെ ദുർവാശിയാണത് എന്ന് കാണാൻ വയ്യ. മറിച്ച് തന്റെ ജനതയോടുള്ള കൂറും പ്രതിബദ്ധതയുമാണ്. താനിരിക്കുന്ന സ്ഥാനം എത്രമാത്രം നീതിയുക്തമായി കൈകാര്യം ചെയ്യണം എന്നത് നെതന്യാഹു ലോക ചരിത്രത്തിന് മുമ്പിൽ വരച്ചിടുക കൂടിയാണ് ചെയ്യുന്നത്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കുന്നതിനു മുമ്പ് നിങ്ങൾ അവരെ ആക്രമിക്കണം. നിങ്ങൾ കൊല്ലപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ അവരെ ഇല്ലാതാക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ന് ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വമെന്ന് മാത്രമല്ല അവരുടെ എല്ലാ സൈനിക വൃത്തങ്ങളെയും മുന്നോട്ട് നയിക്കുന്നതും ഈ നേതാവിന്റെ കർക്കശ ബുദ്ധിയാണ്. നിങ്ങൾ കൊല്ലപ്പെടുമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് പൊരുതി മരിക്കുക. ബീബി എന്ന ചുരുക്കപ്പേരുള്ള നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിൽ ശക്തി ഉണ്ടെങ്കിലേ ശക്തർക്കു മാത്രമേ അതിജീവിക്കാൻ സാധിക്കൂ. കീഴടക്കപ്പെടുന്നവനെ മെച്ചമെന്ന് കരുതാൻ പറ്റില്ല. നമ്മുടെ കഴിവുകേടാണ് അത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ആ കാഴ്ചപ്പാടിനെ തൽക്കാലത്തേക്കെങ്കിലും ശരിവെക്കുകയാണ് മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്റെ ഇഷ്ടത്തിന് മധ്യപൂർവേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കുന്ന തിരക്കിലാണ് നെതന്യാഹു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അടിത്തറ തകർക്കുകയും നിത്യശത്രുവായ ഇറാനെ മൂക്കിൽ പഞ്ഞിവെച്ച് കിടത്തുകയും ചെയ്ത ശേഷം മാത്രമേ വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് ജൂതരാഷ്ട്രത്തിന്റെ കലി അടങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് നെതന്യാഹു ഉത്തരം നൽകുകയാണ്. മനസ്സിൽ വിജയം എന്ന വാക്കല്ലാതെ, പൊരുതുക എന്ന വാക്കല്ലാതെ കീഴടങ്ങൽ എന്ന നിലപാടിന് സ്ഥാനമില്ല എന്ന് നെതന്യാഹു കൃത്യമായി വീണ്ടും വീണ്ടും ഓരോ വിട്ടുവീഴ്ച ചർച്ചകൾക്ക് വരുമ്പോഴും തെളിയിക്കുകയാണ്. നന്ദി.